ഭരണകൂട പോലീസ് ഭീകരതയെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. 2-3 ദിവസമായിട്ട് ഞാനത് നേരിട്ട് അനുഭവിക്കുകയാണ്. MG സർവകലാശാലയിലെ അധ്യാപകൻ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചെന്നും മുറിയിൽ പൂട്ടിയിട്ടുവെന്നും ഗവേഷണത്തിനായി ലാബ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ അനുവദിക്കുന്നില്ലെന്നും കാട്ടി മുമ്പ് നൽകിയ പരാതിയുടെ തുടരന്വേഷണത്തിനാണ് 2 ദിവസം മുമ്പ് ദീപ കോട്ടയം SP ഓഫീസിലെത്തിയത്. FIRന്റെ മേലുള്ള ഈ DYSPമാരുടെ അന്വേഷണത്തിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് ഞാൻ റൈറ്റ് ടു ഇൻഫർമേഷൻ കഴിഞ്ഞ ഫ്രൈഡേ, അതായത് ഈ മാർച്ച് 10-ാം തീയതി SP ഓഫീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റെസിപ്റ്റ് എനിക്ക് തന്നിരുന്നില്ല. ആ റെസിപ്റ്റ് വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ മിനിഞ്ഞാന്ന് SP ഓഫീസിലെത്തിയത്. എന്നാൽ പരാതി സ്വീകരിക്കാതിരുന്ന SPക്കെതിരെ പ്രതിഷേധിച്ച് തന്നെ അറസ്റ്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. പോലീസ് വലിച്ചിഴച്ചെന്നും മർദ്ദിച്ചെന്നും ദീപ പറയുന്നു. മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടണമെന്നാണ് ദീപയുടെ ആവശ്യം. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്, അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഒരു ലേഡിയാണ്, കണ്ണൂരുകാരിയാണ് ഞാൻ. എനിക്ക് നേരെ CPM എന്ന സംഘടനയിലുള്ള ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി പല തരത്തിലെ വലിയ ഫോഴ്സ്, പോളിറ്റ് ബ്യൂറോ എന്ന് വരെയുള്ള ഫോഴ്സുകളാണ് ഉണ്ടായിട്ടുള്ളത്. കോട്ടയം SP അടക്കം തന്റെ കേസ് അട്ടിമറിച്ചവർക്കെതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും ദീപ പറഞ്ഞു. മീഡിയ 1 കോട്ടയം.